ഈ നിമിഷം നമ്മോടൊപ്പമുള്ള കവി ഇത്രയും പറയുമ്പോഴേക്കും അതൊരു പുരുഷനാണ് എന്ന് പ്രേക്ഷകർ കരുതും. കവിത എഴുതുന്ന പുരുഷന്മാരെ കവികൾ എന്നും സ്ത്രീകളെ കവയത്രികൾ എന്നും വേർതിരിക്കേണ്ടതില്ല എന്നും കവി എന്ന ഒറ്റ വിശേഷണത്തിൽ എല്ലാം ഉൾപ്പെടട്ടെ എന്നും ഒരിക്കൽ സുഗതകുമാരി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ കവികൾ കവയത്രികൾ എന്ന വിവേചനങ്ങൾ ചിലയിടങ്ങളിൽ തുടരുന്നു. പക്ഷേ സുഗതകുമാരി പറഞ്ഞതിന് മുൻപേ തന്നെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് കവി എന്ന ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. അത് പുരുഷനാവട്ടെ, സ്ത്രീയാവട്ടെ, ട്രാൻസ്ജെൻഡറുകളാവട്ടെ, കവിതയുള്ള ആരുമാവട്ടെ, കവി എന്ന ഒറ്റ പദമേ വേണ്ടൂ എന്ന് തിരിച്ചറിഞ്ഞവരുമുണ്ട്. കവിയും നോവലിസ്റ്റും ചിത്രകാരിയും വിവർത്തകയും സംഗീതജ്ഞയുമായ ഡോക്ടർ രോഷ്നി സ്വപ്നയും മലയാളത്തിലെ കവികുലത്തിലെ സവിശേഷ സ്ഥാനമുള്ള എഴുത്തുകാരിയാണ്. ഈ കവിയുടെ 2 ദശാബ്ദക്കാലത്തെ 76ഓളം കവിതകൾ ഉൾപ്പെടുന്ന ചുവപ്പ് എന്ന സമാഹാരമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ഒപ്പം ഇതിൻ്റെ രചയിതാവ് കൂടിയായ എഴുത്തുകാരിയും നമുക്കൊപ്പം ചേരുന്നു. രോഷ്നി സ്വപ്നയുടെ ചുവപ്പ് എന്ന ഈ പുസ്തകം കയ്യിലെടുത്ത് നിൽക്കുമ്പോൾ അടിമുടി അതിലെ ചുവപ്പും അതിലെ കറുപ്പും ചേർന്നുകൊണ്ട് കവിതയിലേക്ക് ഉള്ള ഒരു പെട്ടെന്നുള്ളൊരു പ്രവേശകത്തിൻ്റെ ഒരു ഒരുക്കം നടത്തിയിരിക്കുന്നതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവുകയാണ്. ചുവപ്പ് എന്ന ശീർഷകത്തിനെ സാധൂകരിക്കുന്ന രീതിയിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു മുഖചിത്രം ഒരു ചിത്രകാരി കൂടിയായ കവി ആണ് എന്നുള്ള നിലയ്ക്ക് പുസ്തകത്തിൻ്റെ ഒരു തയ്യാറെടുപ്പ് അത് മനസ്സിൽ കാണുമ്പോൾ തന്നെ മുഖചിത്രം തെളിഞ്ഞ് വരുന്ന രീതിയിലുള്ള ഒരു ചിത്രകാരി കൂടിയാണല്ലോ. അങ്ങനെ കവി എന്നുള്ള നിലയ്ക്ക് മാത്രം മലയാള കവിതയിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരാളായി നിൽക്കെ തന്നെ ചിത്രകലയും സംഗീതവും എല്ലാം രോഷ്നി സ്വപ്നയുടെ മേഖലകളായിട്ട് വരുന്നു. ഇതെല്ലാം ചേർന്ന ഒരു വ്യക്തിത്വത്തെയാണോ രോഷ്നി സ്വപ്ന രോഷ്നിയായിട്ട് കാണുന്നത്? സന്തോഷം. ചോദ്യത്തിന് ചുവപ്പ് എന്ന പുസ്തകം ചർച്ച ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കവിത എനിക്ക് പലതരത്തിലുള്ള ആത്മ ആവിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറയാണ്. ആവിഷ്കാരത്തിന് കവിത മതി എന്ന് തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു പ്രത്യേക കാലഘട്ടമുണ്ട്. അതിനു മുമ്പ് ഈ പറഞ്ഞതുപോലെ ചെറുപ്പം മുതലേ എൻ്റെ ആർട്ട് പ്രാക്ടീസ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്, കർണാട്ടിക് മ്യൂസിക്കാണ്. അതിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ചില ഡിസിപ്ലിനുകളും അതോടൊപ്പം തന്നെ ചിത്രകല, അച്ഛൻ ചിത്രകല അഭ്യസിച്ചിട്ടുണ്ട്. അച്ഛനാണ് ചിത്രകല പഠിപ്പിച്ചിരുന്നത്. അതിൽ കാഴ്ചയും കേൾവിയും അതുപോലെ തന്നെ സിനിമകളോടുള്ള ഒരു ആവേശമൊക്കെ തന്നെ കലർന്ന ഒരു കാഴ്ച അത് പതുക്കെ പതുക്കെ വരയിലേക്ക് വരികയൊക്കെയാണ് ചെയ്തത്. പിന്നീട് എപ്പോഴുമാണ് എഴുത്തിലേക്ക് കടന്നു വരുന്നതും അത് ഒരിക്കലും ജീവിതത്തിനെ നിർണ്ണയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാധ്യമമാവും എന്ന് കരുതിയിട്ടല്ല എഴുതി തുടങ്ങിയതൊക്കെ തന്നെ. കാണുന്ന കാഴ്ചകളെ കുറിച്ചും കാണുന്ന ചിത്രങ്ങളെ കുറിച്ചും ഉള്ള ഒരു ഒബ്സർവേഷൻ എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ വായിച്ച ചില കാര്യങ്ങളെ കുറിച്ച് എഴുതി വെക്കുന്നു എന്നല്ലാതെ എന്നെ അടയാളപ്പെടുത്താനുള്ള ഒരു മാധ്യമമായിട്ട് കവിത മാറുന്നു, അല്ലെങ്കിൽ ലാംഗ്വേജ് ഭാഷ മാറുന്നു എന്ന് ഞാൻ കരുതിയിട്ടില്ല. മുഴുവനായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് മ്യൂസിക്കിന്റെ തന്നെയാണ്. അതിൽ നിന്നാണ് ഒരുപക്ഷെ ആത്മാവിഷ്കാരത്തിന്റെ അല്ലെങ്കിൽ ആത്മവിസ്ഫോടനങ്ങളുടെ ഒരു ഭാഷയായിട്ട് കവിത ഇടിച്ചു കയറി മുന്നിലേക്ക് വരുന്നത്. എന്നിരുന്നാൽ കൂടി എൻ്റെ എഴുത്തിന്റെ ഒരു അടിത്തട്ടിൽ എവിടെയോ ഒരു മ്യൂസിക്കൽ എലമെന്റ് ഉണ്ട്. അത് പ്രത്യക്ഷത്തിലുള്ള ഒരു സംഗീതം ആവണമെന്നില്ല. ഒരുപക്ഷെ സംഗീതത്തിന്റെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയാവുന്ന ഒരു തലം അതിലുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. രോഷ്നി സ്വപ്നയുടെ നിരവധിയായിട്ടുള്ള കവിതകൾ വായിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, രോഷ്നി സ്വപ്നയ്ക്ക് കവിതയ്ക്കകത്ത് വലിയൊരു വൈകാരികതയുടേതായ തലമുണ്ട്. പക്ഷേ ആ വൈകാരികതയെ ഇങ്ങനെ അഴിച്ചു വിട്ട് അതിൻ്റെ ഒരു അരാജക വഴിയിലൂടെ ഇങ്ങനെ ഉന്മാദിനിയെ പോലെ അത്രമേൽ അങ്ങനെ ഉന്മാദം കൊള്ളുന്നതിന് പകരം അതിൻ്റെ മുകളിൽ ഒരു ദാർശനികതയെ കൂടി സ്വയം അറിയാതെ അതിൽ കവിതയിൽ ലയിച്ച് ചേർന്ന ഒരു ഉൽപ്പന്നമായിട്ടാണ്, സർഗാത്മകമായ ഉൽപ്പന്നമായിട്ടാണ് കവിതകൾ വരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് സാമൂഹികതയുണ്ട്,
അതിനകത്ത് കേവലമായിട്ടുള്ള വൈചാരികതയെ ദാർശനികത കൊണ്ട് പൊലിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ കവിത അമ്മയെ കാണാൻ പോകുമ്പോൾ എന്നതിൻ്റെ കുറച്ച് വരികൾ വായിച്ചു വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു രണ്ടാം യാത്ര, ജോൺ എബ്രഹാം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അമ്മ അറിയാൻ എന്ന സിനിമ ചെയ്തു വയ്ക്കുകയും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയുടെയും മറ്റുമൊക്കെ ഒരു ആഘാതങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യവും കൊടിയ അനീതികളും ഒക്കെ നിലനിന്നിരുന്നൊരു സമയത്ത് വസന്തത്തിൻ്റെ വിപ്ലവത്തിൻ്റെ ഇടിമുഴക്കം സംഭവിച്ചില്ല എന്ന് വിചാരപ്പെട്ടിരുന്ന സമയത്ത് ഒരു കൂട്ടം യുവാക്കൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ഉൾപ്രദേശങ്ങളിലേക്ക്, നഗരങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുകയും അമ്മ അറിയാൻ വേണ്ടിയാണ് ആ യാത്ര എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കവിതയിൽ മറ്റൊരു രീതിയിൽ അമ്മയെ കാണാൻ പോകുന്നവരുടെ വലിയൊരു ആൾക്കൂട്ടം, എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അത് താൻ തന്നെയാണോ ആ യാത്ര പോകുന്നത്, കാണുന്ന കാഴ്ചകൾ, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ കവിതയിലേക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു പ്രവേശികയായിട്ട് അമ്മയെ കാണാൻ പോകുമ്പോൾ എന്ന കവിത മാറുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ രോഷ്നി സ്വപ്ന ആ കവിത വായിച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് കരുതുന്നു. അമ്മയെ കാണാൻ പോകുമ്പോൾ ആരൊക്കെയാണ് പോയത്? മീര, ഹരി, ജോൺ, കാവലാളൻ, ഉമ്മർ, പിന്നെ ഞാനും. മല കയറി ആദ്യം, മല ഇറങ്ങി, പിന്നെ വെറും നിലത്ത് ചെരുപ്പിടാതെ മുള്ളുകുത്തി അട്ടകടിയേറ്റ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അമ്മയെ കാണാൻ ആരോ പറഞ്ഞു. ആരാണെന്ന് അറിയില്ല. ആരാഞ്ഞവൻ ഏറ്റവും പിന്നിലായിരുന്നു. ഏറ്റവും പിന്നിൽ ഞാനായിരുന്നു. ഞാൻ എൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. ആരും ഉണ്ടായിരുന്നതായി തെളിവും ഉണ്ടായിരുന്നില്ല. ഒച്ചയുണ്ടായിരുന്നു, കാറ്റിൽ, വായുവിൽ. കാണാനാവാത്ത അപ്പൂപ്പൻ താടി പോലെ. പോകുന്ന വഴിക്ക് ശ്രീലങ്ക കണ്ടു, കുറ്റ്യാടി കണ്ടു, കണ്ണൂരും കോഴിക്കോട് RECയും കണ്ടു. ക്യാൻസർ വാർഡിലെ ചെമ്പരത്തികൾ കണ്ടു. കറുത്ത ചെട്ടിച്ചികൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടു. അമ്മയെ കാണാനാണ് പോകുന്നത്. പിന്നിൽ നിന്ന് വീണ്ടും കേട്ടു പതിഞ്ഞ ഒച്ച. സമയം കവിഞ്ഞൊഴുകുകയായിരുന്നു കവിതയിൽ. വെയിലും മഴയും ഒപ്പം വന്നു. കൊടുങ്കാറ്റ് പിന്നാലെ വന്നു. പെരുമഴ പിന്നീട് വരാമെന്ന് പറഞ്ഞു. ആരൊക്കെയോ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്ത മുറിവുകൾ, പൊള്ളിയ പാടുകൾ, കവിത കൊണ്ട് അടച്ചു വെച്ച നേരുകൾ, ഉടലിലെ തൊലി ഉരഞ്ഞുരുകിയ നീറ്റലുകൾ. ആരൊക്കെയോ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു. ആരുടെ അമ്മയെയാണ് കാണാൻ പോകുന്നത്? ആരും മിണ്ടിയില്ല. ഞാനും. കാലങ്ങൾ ഒരുപാട് കടക്കാനുണ്ടായിരുന്നു. ദൂരങ്ങൾ ഒരുപാട് പകുക്കാനുണ്ടായിരുന്നു. ഞങ്ങളുടെ ഉള്ളിലിരുന്നൊരു കവിത കുതിച്ചുണരുന്നുണ്ടായിരുന്നു. ദൂരെ അമ്മയുടെ വീട്, ദൂരെ അമ്മയുടെ വീട് നക്ഷത്രപ്പൊട്ട് പോലെ കാണുന്നുണ്ടായിരുന്നു. എല്ലാവരും ഉള്ളിലെ പേടികൾ ചേർത്ത് വെച്ചു അമ്മയുടെ മുഖം ഓർക്കാൻ ശ്രമിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവന്റെ, കാണാതായവന്റെ, വെടിയേറ്റ് മരിച്ചവളുടെ, ഉറക്കത്തിൽ ഗർഭത്തിൽ വെച്ച് വാൾമുന കൊണ്ട് കൊരുത്തു പോയവളുടെ അമ്മയെ. ആർക്കും അമ്മയുടെ മുഖം തെളിഞ്ഞു കിട്ടിയില്ല. ആർക്കും ഒച്ച തിരിച്ചു കിട്ടിയില്ല. കാറ്റിലൊരു മയിൽ ഒളിച്ചിരിക്കുകയാണെന്ന് എല്ലാവരും കരുതി. ഒരിക്കൽ ഞങ്ങൾ അതിനെ പിടിക്കുമെന്നും. ഇരുട്ടിലേക്ക് ഒരുമിച്ച് ഒളിച്ചു നോക്കുന്ന ഒരു ജനതയായിരിക്കുന്നല്ലോ നാം എന്ന് എല്ലാവരും ശപിച്ചു ഉള്ളിൽ. അദൃശ്യരായ മറ്റനേകം മയിലുകളുടെ ഇരുത്തം, പതിഞ്ഞു പരക്കുന്ന ഇരുൾ ചിറകുകൾ, ചിറകടി ഒച്ചകൾ. മയിലുകളെ പിന്നെ കണ്ടതേയില്ല. അമ്മയുടെ വീട് തെളിഞ്ഞു തെളിഞ്ഞു വന്നു. കാണുമ്പോൾ തിരിച്ചു ചോദിക്കുമോ മക്കളെ? ഓരോരുത്തരും നിശബ്ദമായി പേടിച്ചു. അമ്മയുടെ വീട്ടിലേക്കുള്ള ആദ്യ പടി കയറുകയായിരുന്നു ഞങ്ങൾ. അവനു വേണ്ടി കരുതിയ ഊരാ കുടുക്ക്, അവളുടെ പുകഞ്ഞുപോയ ഗർഭപാത്രം, കാണാതായ മകന്റെ നിഴൽ. അമ്മ വിളമ്പിയത് ചന്ദ്രന്റെ മാംസമായിരുന്നു. നക്ഷത്രങ്ങളുടെ പാൽപ്പത തുളുമ്പുന്ന വെള്ളം, സൂര്യന്റെ വീഞ്ഞ്. ഇറക്കാൻ ഞങ്ങളുടെ തൊണ്ടക്കുഴിയിൽ വഴികൾ ഉണ്ടായിരുന്നില്ല. ഓർമ്മകളുടെ മുള്ളുകൊണ്ടത് അടഞ്ഞുപോയിരുന്നു. ഇത് ആരുടെ അമ്മയാണ്?
ഞങ്ങൾ പരസ്പരം ചോദിച്ചു. ഓരോരുത്തർക്കും ഓരോ തോന്നലുണ്ടായി. രാജന്റെ അമ്മ, ദാസിന്റെ അമ്മ, നസ്രത്തിന്റെ അമ്മ, വർഗീസിന്റെ അമ്മ. അമ്മ ഒന്നും മിണ്ടിയില്ല. എല്ലാവരുടെയും എന്ന് മലയിൽ വീശിയ കാറ്റു പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടിയില്ല. എല്ലാവരുടെയും എന്ന് മലയിൽ വീശിയ കാറ്റു പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങളെ കാണാതായി. പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ കാണാതായി. രോഷ്നി സ്വപ്ന ഡോക്ടർ രോഷി സ്വപ്ന ആവുന്നതിനൊക്കെ മുമ്പ് രോഷ്നി സ്വപ്ന എന്ന ഒരു കുമാരി എന്ന വാക്കൊക്കെ ഇപ്പോൾ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് സാധാരണ ഇപ്പോൾ അങ്ങനെ ആരും ഉപയോഗിക്കുന്നുമില്ല. അത്തരം വാക്കുകളൊക്കെ ഉള്ള ഒരു സമയത്ത് കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് അങ്കണം കവിതാ പുരസ്കാരം പോലെയുള്ള പുരസ്കാരങ്ങളിലൂടെ മലയാള കവിതാ ലോകത്ത് രോഷ്നി സ്വപ്ന സവിശേഷമായ ശ്രദ്ധ നേടിക്കൊണ്ട് വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ ഒരു ചുവപ്പ് എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടം 2000 മുതൽ 2020 വരെയുള്ള 20 വർഷങ്ങൾ, ആ 20 വർഷത്തിലെ ഒരു 75ഓളം കവിതകൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു പുസ്തകത്തിലേക്ക് എത്തുമ്പോഴേക്കും കവിതയെക്കുറിച്ചുള്ള വിചാരം, കവിതയെക്കുറിച്ചുള്ള ബോധ്യം, അതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? കൗമാരത്തിൻ്റെ വേളയിൽ കവിത എഴുതിയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കവിതാ ബോധ്യങ്ങളിൽ നിന്ന് ഈ കാലം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് രോഷ്നി സ്വപ്നയ്ക്ക് സ്വയം ഉണ്ടായിട്ടുള്ളതായി തോന്നിയിട്ടുള്ളത്? സത്യത്തിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം, ആദ്യം ഞാൻ എഴുതി തുടങ്ങിയത് കവിത ആയിരുന്നില്ല എന്നുള്ളതാണ്. എഴുത്ത് വായനയുടെ തുടർച്ചയായിട്ടാണ് എൻ്റെ എഴുത്തൊക്കെ സംഭവിച്ചത്. ഒരു ഹൈസ്കൂൾ ക്ലാസ് സമയമായപ്പോഴേക്കും ഏകദേശം ലോക ക്ലാസിക്കുകള് മുഴുവനായിട്ടിരുന്ന് വായിക്കുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഹരം ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ എഴുതിയ ഒരു പുസ്തകക്കുറിപ്പാണ് ആദ്യം പ്രസിദ്ധീകരിച്ചു വന്നത്. അത് ബാലഭക്തിയിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 6ാം ക്ലാസ്സിലോ 7ിലോ പഠിക്കുന്ന സമയത്ത്. പിന്നീട് ദീർഘകാലം ഒന്നും എഴുതാതെ വായന മാത്രമായിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചു. പിന്നെ എഴുതി തുടങ്ങിയത് ചെറിയ ചെറിയ കഥകളാണ്. ചെറിയ കഥകൾ എന്ന് പറയാവുന്ന അതൊരിക്കലും പ്രസിദ്ധീകരിച്ചിട്ടുമില്ല, അധികം ആളുകളും വായിച്ചിട്ടില്ല. അങ്ങനെ ആ കഥകളാണ് ആദ്യം എഴുതി തുടങ്ങിയത്. പിന്നീട് കണ്ട സിനിമകളെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഭവക്കുറിപ്പുകൾ എഴുതി. പിന്നീട് എപ്പോഴോ കവിതയിലേക്ക് വന്നത് ഏകദേശം 10ാം ക്ലാസ്സിന് ശേഷമൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും എഴുതിയ കവിത പുറത്ത് പ്രസിദ്ധീകരിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് മാതൃഭൂമിയുടെ ഒരു സ്റ്റഡി സർക്കിൾ കവിത മത്സരം വരുന്നത്. ആ സമയത്ത് അതിന് സമ്മാനം കിട്ടി, 1ാം സ്ഥാനം കിട്ടി സ്റ്റേറ്റ് ലെവലില്. അതിനുശേഷം കവിത പതുക്കെ വെളിച്ചം കണ്ടു തുടങ്ങി. അല്ലെങ്കിൽ എനിക്ക് കവിത കാണിക്കാനുള്ളൊരു ഇഷ്ടം വന്നു തുടങ്ങി, അല്ലെങ്കിൽ ഒരു ധൈര്യം വന്നു തുടങ്ങി. ഇപ്പോഴും ഒരു കവിത എഴുതി മുഴുവനാക്കി കഴിഞ്ഞാൽ എനിക്ക് ധൈര്യം വരാറില്ല. അതിനെ വളരെ സംശയിച്ച് പുറത്തേക്ക് കാണിക്കാനും പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ വായിക്കാനൊക്കെയാണ് എനിക്ക് ഇപ്പോഴും തോന്നാറുള്ളത്. അപ്പൊ ആ സമയത്ത് മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ അവാർഡ്, ആ ഒരു സമ്മാനം കിട്ടിയതോട് കൂടിയിട്ട് കവിതയിൽ എന്തെങ്കിലും എഴുതാൻ പറ്റും എന്നുള്ളൊരു ഒരു തോന്നലുണ്ടായി. കഥ അവിടെ ഉപേക്ഷിക്കുകയാണ്. ഏകദേശം 10ാം ക്ലാസ്സിന് ശേഷം 2-3 വർഷത്തോളം ഒന്നും എഴുതിയിട്ടില്ല, വായന തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കവിത എനിക്ക് വളരെ എക്സ്പ്രസീവ് ആയിട്ട്, വളരെ നിഗൂഢമായിട്ട് എന്നെ വെളിവാക്കാനുള്ള ഒരു മീഡിയം എന്ന നിലയിലും, മറ്റൊന്ന് അപാരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്പേസ് എന്ന നിലയിലും മ്യൂസിക്, രണ്ടും കോൺഫ്ലിക്റ്റുകൾ തന്നു തുടങ്ങി. ഏതാണ് എന്നെ വേണോ എന്ന രീതിയിലുള്ള. അങ്ങനെ ഒരുപാട് വർഷം കടന്നുപോയി. 94ലാണ് കലാമണ്ഡലത്തിന്റെ വള്ളത്തോൾ പുരസ്കാരം കിട്ടുന്നത്. 96ല് കലാമണ്ഡലത്തിന് തന്നെ കവിതാ പുരസ്കാരം കിട്ടി. അങ്ങനെ ഓരോ സമ്മാനം കിട്ടുമ്പോഴും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതകൾ വരികയാണ്. അപ്പൊ പലരുടെയും കവിത വായിക്കുമ്പോൾ ചെറുപ്പത്തിലെ ഈ മ്യൂസിക് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് കവിതകൾ ചൊല്ലി പഠിക്കുക, അങ്ങനെ ഒരു പ്രാക്ടീസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പലതിലും എനിക്ക് ഒന്നുകിൽ വൈലോപ്പിള്ളിയുടെയോ അല്ലെങ്കിൽ ആറ്റൂരിന്റെയോ അയ്യപ്പ പണിക്കരുടെയോ സച്ചിദാനന്ദന്റെ വരെയുള്ള കവികളുടെ അല്ലെങ്കിൽ ഇടശ്ശേരിയുടെ ഒക്കെ ഒരു ഛായ തോന്നി. ഈ ഛായ തോന്നിയതോട് കൂടിയിട്ട് എനിക്ക് അത്തരം കവിതകളോടുള്ള ഒരു ആഭിമുഖ്യം കുറയാണ്. ആധുനികത എന്ന് പറയുന്നത് ഇതാണോ ചെയ്യേണ്ടത്? ഞാൻ ആധുനികതയിലേക്ക് വരുന്നേ ഉള്ളൂ കവിത എഴുതി തുടങ്ങിയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റിസംബ്ലൻസുകള് കവിതയിൽ വേറൊരു ഫോം അന്വേഷിക്കാനുള്ള ഒരു വേറിട്ടത്, ഒരുപക്ഷെ ആ ഒരു ഗ്രൂപ്പിൽ നിന്നും മാറിയിട്ട് അന്നത്തെ കവികളുടെ ഒരു എഴുത്തിൽ നിന്നും മാറി വേറൊരു തരത്തിലുള്ള കാവ്യ ദർശനത്തിലേക്കൊക്കെ പോവാനുള്ള ഒരു
പ്രവണത ഉണ്ടാക്കിയെടുക്കാനാണ് ഒരുപക്ഷെ ശ്രമിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അത് വളരെ കൃത്യമായ ഒരു സ്വയം വിച്ഛേദമായിട്ട് മാറുകയാണ് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത്തരത്തിൽ പൂർവ്വ കവികളിൽ നിന്ന് വിച്ഛേദിച്ചുകൊണ്ട് എങ്ങനെ ഒരു കവിതയുടെ പുതിയ ഫോം ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്ത ഒരുപക്ഷെ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം കവിതകൾ തന്നെയാണ് ആദ്യകാലത്ത് 94 ശേഷം ഏകദേശം 2000 വരെ പ്രസിദ്ധീകരിച്ച കവിതകളിലും ഈ ഒരു സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായി തന്നെയുള്ള പരീക്ഷണങ്ങൾ ആ കവിതയിലുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ മാധ്യമം പോലെയുള്ള വീക്കിലികൾ തുടങ്ങുന്ന കാലത്ത്, മലയാളം പോലുള്ള വീക്കിലികൾ തുടങ്ങുന്ന കാലത്തൊക്കെ കൊടുത്തിട്ടുള്ള കവിതകൾ നമുക്ക് അറിയാൻ പറ്റും. 90 മുതൽ ഞാൻ കവിതയിൽ ഉണ്ടെങ്കിലും 94 ശേഷം ഇത്തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ തന്നെ എന്റെ കവിതയുടെ ഫോമില് കുറച്ചുകൂടി ശ്രദ്ധിക്കാനുള്ള ഒരു ചിന്ത എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇത് 2000 മുതൽ 2022 വരെയുള്ള കവിതകളിൽ നിന്ന് തെരഞ്ഞെടുത്ത കവിതകൾ മാത്രമാണ്. അതേസമയം മറ്റു ഭാഷകളിലെ കവിതകൾ വായിച്ച അനുഭവം അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ആവിഷ്കാരപരതയുടെ ഒരു വലിയ വിസ്ഫോടനം എന്തുകൊണ്ട് മലയാള കവിതയിലെ സ്ത്രീ കവിതകളിൽ സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു അന്വേഷണം കൂടി ഞാൻ ആ സമയത്ത് ഒരു ഗവേഷണം പോലെ എന്റെ എഴുത്തിലും വായനയിലുമുള്ള ഒരു ഗവേഷണം പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് സാവിത്രി രാജീവനുണ്ട്, VM ഗിരിജ ഉണ്ട്, വിജയലക്ഷ്മി ഉണ്ട്. ഇവരുടെ കവിതകളിൽ ഇപ്പൊ ബാലമണിയമ്മയുടെ കവിതകൾ നമ്മൾ എത്രത്തോളം പൊളിറ്റിക്കൽ ആണ് എന്ന് സമ്മതിക്കുമ്പോൾ കൂടി അത് മാതൃത്വത്തിന്റെ കവി എന്ന് പറഞ്ഞ് അതിനെ ഒതുക്കി നിർത്തുന്ന വായനയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ ഒരു വായനയിൽ കൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ കവിത പെൺകവിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, അത് മാത്രം വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം എന്റെ എഴുത്തിൽ വളരെ ശക്തമായിട്ട് അക്കാലത്തുണ്ട് ഇക്കാലത്തുണ്ട്. അതുകൊണ്ട് തന്നെ പരിചിതമായിട്ടുള്ള അനുഭൂതികളെ, ആവിഷ്കാരങ്ങളെ, അത് പെണ്ണിന്റെ ആണെങ്കിലും ആണിന്റെ ആണെങ്കിലും ഒരു മനുഷ്യന്റെ അനുഭവമായിട്ട് അല്ലെങ്കിൽ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു പ്രാണിയുടെ, ഓട്ടോറിക്ഷ കാൻസിലൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ജീവി എന്ന രീതിയിൽ ഒരു മനുഷ്യൻ എത്തരത്തിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്പേസിൽ ഇടപെടണം എന്നുള്ള ചിന്തയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുകയാണ്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചില കവിതകൾ വരുന്നതും. അത് വരുമ്പോ കൂടി എത്ര തന്നെ പേഴ്സണൽ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ വൈയക്തികമായിട്ടും വൈചാരികമായിട്ടും ഒക്കെ എഴുതിയാൽ കൂടി അത് ഒരു ഏകവചനത്തിൽ നിന്ന് ബഹുവചനത്തിലേക്ക് പടരുന്ന പോലെ ഒരാൾക്കൂട്ടത്തിന്റെ ശബ്ദമാവാതെ എന്റെ കവിതയിൽ ഉണ്ടാവാറില്ല എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് അത് വേണ്ട, എനിക്ക് എന്നെ മാത്രം അടയാളപ്പെടുത്തിയ മതി എന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് അത്തരത്തിലുള്ള ഒരു സ്ത്രൈണ യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അനുഭവ പരിസരം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ അതിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് പരിവർത്തിച്ചിട്ട് ഒരു വലിയൊരു ക്യാൻവാസിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് അമ്മയെ കാണാൻ പോകുമ്പോൾ എന്നുള്ള കവിതയൊക്കെ. ഇതൊരു പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ കേട്ട് വളർന്നിട്ടുള്ള ജോണിന്റെ ഒക്കെ ഒരു കാലമോ അല്ലെങ്കിൽ ജോണിന്റെ ഒക്കെ സിനിമകൾ ഞാൻ വളരെ ചെറുപ്പത്തില് കണ്ടിട്ടുള്ള, ഒന്നും മനസ്സിലാകാതെ കണ്ടിട്ടുള്ള ഒരു കാലത്ത് നിന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കി കാണുന്ന കാലത്തേക്ക് വന്നിട്ടുള്ള ഒരു പടർച്ചയൊക്കെ ആയിട്ട് മാറുകയും അത് എന്റെ തന്നെ അനുഭവമായിട്ട് മാറുകയും ഞാൻ എന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ ഞാൻ എന്ന മനുഷ്യന്റെ അനുഭവമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് സ്പേസിലേക്ക് മാറുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ സൂചിപ്പിച്ച ഈ സ്ത്രൈണാനുഭവങ്ങളെ പ്രത്യക്ഷവൽക്കരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയുകയുണ്ടായല്ലോ. അങ്ങനെ നടത്തിയാൽ ഒരു പക്ഷേ കൂടുതൽ ശ്രദ്ധയും മറ്റും നേടാവുന്ന ഒരു കാലഘട്ടമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നത്. അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ, ബോധപൂർവം അതിജീവിച്ചുകൊണ്ട് തന്നെ നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രോഷ്നി സ്വപ്ന തൊട്ട് മുമ്പ് പറയുകയുണ്ടായി, ഈ സമകാലികരോ അല്ലെങ്കിൽ തൊട്ട് മുൻപുള്ള കവികളോ ഉപയോഗിച്ച ഒരു കാവ്യ ഭാഷാ രീതി, ഭാഷാ ശൈലി, പ്രത്യേകിച്ചും ഇടശ്ശേരി അടക്കമുള്ളവരിൽ നിന്നുള്ള ഒരു പൂർണ്ണ വിടുതലല്ലാത്ത, അത് തന്നെയാണോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക തോന്നുന്ന ഒരു ഭാഷാ സംവേദന രീതിയും ശൈലിയും ഉള്ളതുകൊണ്ട് അതല്ല എൻ്റെ മാർഗമെന്ന് ഞാൻ നിശ്ചയിച്ചു എന്ന് രോഷ്നി പറയുകയുണ്ടായല്ലോ. ആ ഒരു തീരുമാനത്തിനെ ഓർമ്മിപ്പിക്കുന്ന പോലെയുള്ളൊരു കവിതയായിട്ടാണ് എനിക്ക് ഈ സമാഹാരത്തിലെ മരിച്ചു കിടക്കാൻ എവിടെയും ഇടമില്ലാത്തതിനാൽ ഞാൻ എൻ്റെ കവിതയിലേക്ക് തിരിച്ചു വരുന്നു എന്ന കവിതയിൽ തോന്നുന്നത്. അതിൽ ഇടശ്ശേരിയുടെ മരണത്തെക്കുറിച്ച് പറയുന്നു, ലോക കവിതയിലെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കവികളുടെ മരണത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ എനിക്ക് എൻ്റേതായൊരു ഭാഷ കണ്ടെത്തണമെങ്കിൽ ഈ മരണത്തെക്കുറിച്ച്, ഇവരുടെ എല്ലാം അസ്തമയത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. എൻ്റേതായ ഭാഷ എന്ന് പറയുന്നത് അത് മൗനമായാൽ പോലും അത് കുഴപ്പമില്ല എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ആ കവിതയുടെ പോക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്.
അപ്പോൾ രോഷ്നിയുടെ കവിതയിൽ ഉടനീളം ഉള്ള ഈ മരണം, ജലം, നശ്വരത, അനശ്വരത, വിചാരങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുമോ? ഒപ്പം 63-ാമത്തെ പേജിലുള്ള ഈ കവിത വായിക്കാനും കഴിയുമോ? ഈ കവിതകളിൽ ഒരുപാട് കവിതകളിൽ മരണം കടന്നു വരുന്നുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് മരണം നേരിട്ട് കണ്ടിട്ടുണ്ട്. തൊട്ടടുത്ത് എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ മരണമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അവള് നായ്ക്കുട്ടി കടിച്ച് പേളകി, തൊട്ടടുത്തുനിന്നാണ് അവള് പേളകി പോയത്. അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയേണ്ടത്, അത്രയും സൂക്ഷ്മമായിട്ടുള്ള മരണാനുഭവങ്ങളുണ്ട്. വളരെ അടുത്ത സുഹൃത്തുക്കൾ, ഏകദേശം 6-7 സുഹൃത്തുക്കൾ നേരിട്ട് എന്നോട് പറഞ്ഞ്, അല്ലെങ്കിൽ അവസാനത്തെ ഒരു വാക്ക് എന്നോട് പറഞ്ഞ് മരിച്ചുപോയവരുണ്ട്. അപ്പൊ ഈ അനുഭവങ്ങൾ എന്റെ കൂടി മരണമായിട്ട് ഞാൻ ഏറ്റെടുക്കാറുണ്ട്. ജീവിതത്തിന്റെ ഒരു നശ്വരത, അല്ലെങ്കിൽ അതൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചിന്തയൊന്നുമല്ല. മരണം അത്രമേൽ എന്നെ ബാധിക്കാറില്ല, ഇല്ലായിരുന്നു. ഒരുപാട് മരണങ്ങൾ അനുഭവിച്ചത് കൊണ്ടാവാം. ഏതെങ്കിലും ഒരു കവിതയിൽ പറയുന്നുണ്ട്, എന്റെ ഉടലിൽ ഞാൻ എല്ലാ മരണങ്ങളും അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. വളരെ ചെറുപ്പത്തിൽ എനിക്ക് 3 പുസ്തകങ്ങള് സമ്മാനമായിട്ട് കിട്ടിയിരുന്നു. അത് മയക്കോവ്സ്കിയുടെ കവിതകളായിരുന്നു. അത് പിന്നീട് നഷ്ടപ്പെട്ടു. മയക്കോവ്സ്കിയുടെ ഒറിജിനൽ പുസ്തകങ്ങളായിരുന്നു. അതിലൊരു വരിയുണ്ട്, ഞാൻ മരിക്കുമ്പോൾ നീയും മരിക്കുന്നു എന്നാണ് അതിന്റെ ഒരു അർത്ഥം, ഒരു വിവർത്തനം എനിക്ക് തോന്നുന്നു. ഇത് ചെറുപ്പത്തിൽ വായിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട്. പിന്നീട് മയക്കോവ്സ്കിയുടെ ഏകദേശം 100 കവിതകൾ ഞാൻ വിവർത്തനം ചെയ്തെടുത്തു. എന്നിരുന്നാൽ കൂടി ഈ ഒരു വരി നമുക്ക് തന്നിട്ടുള്ള ഒരു ആഘാതം, അതിനെ മറികടക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പലരുടെ കവിതകളിലും, ഇപ്പൊ ഇടശ്ശേരിയുടെ ഒക്കെ കവിതയിൽ വളരെ ശക്തമായിട്ട് ജലത്തിന്റെ തണുപ്പ് പോലെ മരണം വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈലോപ്പിള്ളിയിലാണെങ്കിൽ കൂടി ഒരു സമൂഹം മുഴുവൻ നിന്ന് മരിക്കുന്ന ഒരു രാഷ്ട്രീയ പാഠം ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട്. ആശാനിൽ അത്രയേറെ മരണങ്ങൾ ആശാനിൽ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ഒക്കെ സംഭവിക്കുന്നുണ്ട്. എഴുത്തച്ഛനിലുണ്ട് മരണം. അപ്പം ഇതും, മരണവും കവിതയും ജീവിതവും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ കവിതയും മരണവും ജീവിതവും ഒന്ന് തന്നെയാണ്. കവിത ഇല്ലെങ്കിൽ ജീവിതമില്ല, അപ്പോൾ അത് മരണം തന്നെയാണ്. ജീവിച്ചുകൊണ്ട് മരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ കവിതയിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് നിശബ്ദയായേ പറ്റൂ, ശ്വാസനാളത്തിൽ കുരുങ്ങിയ ഒച്ചകളെ, തൊണ്ടക്കുഴലിൽ പടർന്ന സംഗീതത്തെ എനിക്ക് അടിച്ചമർത്തിയേ പറ്റൂ. കാരണം വാൽമീകി മരിച്ചു, വ്യാസൻ മരിച്ചു, റിൽക്കെയും ലോർക്കയും മയക്കോവ്സ്കിയും നെരൂദയും അക്ക മഹാദേവിയും ഔവയാറും ആശാനും ഇടശ്ശേരിയും മരിച്ചു, കൊക്കുകൾ മലർത്തി കടൽക്കാക്കകളെപ്പോൽ. അങ്ങനെയാണ് നീ വിശ്വസിക്കുന്നത്. നീ മാത്രമേ അങ്ങനെ വിശ്വസിക്കൂ. എനിക്കും മരിക്കണം. കൈവിരലുകൾ തണുത്ത് ഒരു പുഴക്കരയിൽ മണ്ണിനോട് കൊക്കുകൾ ചേർത്ത് ചെരിഞ്ഞു കിടക്കുന്ന പക്ഷികളെപ്പോൽ, കടൽക്കരയിൽ കക്കത്തൊണ്ടുകളിലേക്ക് ചിറകുകൾ വിടർത്തി വെച്ച്. ഈ ഒരു കവിതയും ഇതേപോലെ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരുന്ന കവിതകളും ചില ഭാഗങ്ങളിലുണ്ട്. ഇതിൻ്റെ നേരെ വിപരീത സ്വരസ്ഥാനങ്ങളിലുള്ള കവിതകളും വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, ഒരു സംഗീതജ്ഞയാണ്. അതുമായി ബന്ധപ്പെട്ട ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ബാല്യത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ കവിതയിൽ പ്രത്യക്ഷ സംഗീതം ഇല്ല, ഒരു ആന്തരിക സംഗീതത്തെ തന്നെയാണ് രോഷ്നി പുൽകുന്നത്. അതെന്തുകൊണ്ടാണ്? അത് വളരെ വൈരുദ്ധ്യമുള്ള ഒരു കാര്യമാണ്. കാരണം കവിതയില് നമ്മളിപ്പോ കേൾക്കുന്ന സംഗീതം ഒരുപക്ഷെ അതിനൊരു ഈണം കൊടുത്ത് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ വൃത്തത്തിൽ എഴുതി, വ്യവസ്ഥാപിതമായ വൃത്ത പദ്ധതികളിൽ എഴുതി അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഉറക്കെ പാടുക, ഏതെങ്കിലും തരത്തിലുള്ള സംഗീതോപകരണങ്ങൾക്ക് അകമ്പടിയായിട്ട് പാടുക, ഇത്തരത്തിലുള്ള സംഗീതമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കവിതയുടെ സംഗീതം അതല്ല. അത് അതിന്റെ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടോ, അതിന്റെ ഭാഷയുടെ ഏറ്റവും ഉൾക്കാടുകളിലുള്ള അതിന്റെ ഗ്രീനറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ ആണ് ആ സംഗീതം, യഥാർത്ഥത്തിലുള്ള കവിതയുടെ സംഗീതം വരേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മൾ കേൾക്കുന്ന സംഗീതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ കവികൾക്ക് അറിയാത്ത ഒരു കാര്യവും അത് തന്നെയാണ്. ഇപ്പൊ മധുസൂദനൻ നായർ മാഷ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് പാടാൻ അറിയാമല്ലോ, എന്തുകൊണ്ട് കവിത പാടുന്നില്ല? പാടാൻ എനിക്ക് പാട്ടുള്ളപ്പോൾ എന്തിനാണ് ഞാൻ കവിതയിൽ പാട്ട് കലർത്തുന്നതെന്നാണ് ഞാൻ മാഷോട് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ PN ഗോപികൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്, നല്ല സംഗീതം പാടാൻ അറിഞ്ഞിട്ടും ആ പാട്ടിനെ കവിതയിലേക്ക് റോഷ്നി കലർത്തുന്നില്ല.
അത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കവിതയിലെ സംഗീതം ഇനിയും കണ്ടെടുക്കപ്പെടേണ്ട ഒരു മേഖലയാണ്. അത് നമ്മുടെ കവികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കവിത കേൾക്കുന്ന ആളുകൾക്കോ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മരുഭൂമിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ കയ്യിലുള്ള സംഗീതവും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അത് കവിതയിലേക്ക് കലർത്തണ്ട എന്ന് മനഃപൂർവ്വം ഞാൻ വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യാത്തത്. മറിച്ച് എന്റെ കവിതയ്ക്ക് മറ്റൊരു സംഗീതമുണ്ടെന്നും അതിലേക്കുള്ള കേൾവിയോ കാഴ്ചയോ വായനയോ വരട്ടെ എന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ചുവപ്പ് എന്ന ഈ കവിതാ പുസ്തകം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കവിതയ്ക്കകത്തുള്ള ആന്തരികമായ സംഗീതം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണം ഇപ്പോൾ അരമണിക്കൂർ പൂർത്തീകരിച്ചിരിക്കുന്നു. DC ബുക്സ് പ്രസിദ്ധീകരിച്ച രോഷ്നി സ്വപ്നയുടെ ചുവപ്പ് എന്ന ഈ കവിതാ സമാഹാരത്തിൻ്റെ വില 190 രൂപയാണ്. ഈ പുസ്തകത്തിലെ എനിക്ക് പ്രിയപ്പെട്ട പല വരികൾ ഒരു വരി മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് രോഷ്നി സ്വപ്നയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എവിടേക്കെങ്കിലും ഉറപ്പിച്ച് ഒന്ന് നോക്കിയാൽ മങ്ങിപ്പോകുന്ന കാഴ്ചയേ ഉള്ളൂ. ഒച്ചകൾ അമർത്തിക്കേട്ടാൽ പൊള്ളിപ്പോകുന്ന അത്രയ്ക്ക് കേൾവിയേ ഉള്ളൂ. ഒന്ന് അലറി വിളിച്ചാൽ ഒടുങ്ങുന്ന ഒച്ചയേ ഉള്ളൂ. ഒറ്റ വെട്ടിന് പൊലിഞ്ഞു പോകുന്ന ജീവനേ ഉള്ളൂ. എന്നിട്ടാണ് അനശ്വരൻ അമരൻ എന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിക്കുന്നത് എന്നാണ് ഈ പുസ്തകത്തിലെ കവിതയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വരിയായിട്ട് ഞാനിത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം സംസാരിച്ച രോഷ്നി സ്വപ്നയ്ക്ക് വളരെ നന്ദി പറയട്ടെ. സന്തോഷം.